എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാന്തീഷ് കുമാർ, പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളും ഗണിതശാസ്ത്ര അധ്യാപകനുമാണ്. ഇന്നലെ ഞായറാഴ്ച 2026-27 അധ്യയന വർഷത്തിലെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. ആ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കുട്ടികളും ഇന്ന് ജൂൺ 22 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ജൂൺ 23 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ സ്കൂളിലെത്തി അഡ്മിഷൻ എടുത്തിരിക്കണം. 2, ആരൊക്കെയാണ് ഈ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത്? 1, ഫസ്റ്റ് അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ എടുത്ത കുട്ടികളും 2, ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും ഈ അലോട്ട്മെന്റ് പരിശോധിക്കണം. അലോട്ട്മെന്റ് പരിശോധിക്കാൻ നിങ്ങൾക്കറിയാം, HSCAP എന്ന് പറയുന്ന പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങളുടെ അഡ്മിഷന്റെ നിലവിലത്തെ സ്ഥിതി നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും. ഇനി ഒന്നാമത്തെ നിങ്ങൾക്ക് അഡ്മിഷൻ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ സ്കൂളിൽ ഒന്നാമത്തെ വിഷയത്തിന്, അതായത് നിങ്ങളുടെ ചോയ്സിലെ ഒന്നാമത്തെ സ്കൂളാണ് നിങ്ങളുടെ അഡ്മിഷനായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ ആവശ്യമായ രേഖകളുമായി അവിടെ എത്തി നിങ്ങളിവിടെ പെർമനന്റ് അഡ്മിഷൻ, സ്ഥിരമായ അഡ്മിഷൻ എടുക്കണം. 2 മുതൽ താഴോട്ടുള്ള സ്കൂളുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിലെത്തി സ്ഥിരമോ താൽക്കാലികമോ ആയ അഡ്മിഷൻ എടുക്കാം. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ ഇനി നടക്കാൻ പോകുന്ന 3ാമത്തെ അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. ഇനി ആദ്യത്തെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിക്ക് 2ാമത്തെ അലോട്ട്മെന്റിൽ ഇപ്പോൾ മാറ്റമുണ്ടായെന്ന് വിചാരിക്കാം. അതായത് ഒന്നാമത്തെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി, നമ്മൾ ആ സ്കൂളിലെത്തി, ടെമ്പററി അഡ്മിഷനാണ് എടുത്തിരിക്കുന്നത്. 2ാമത്തെ അലോട്ട്മെന്റ് വന്നപ്പോൾ നമുക്ക് സ്കൂൾ മാറ്റമുണ്ട്, അതിന്റെ മുകളിലേക്കുള്ള സ്കൂൾ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രക്ഷകർത്താവും ആവശ്യമായ രേഖകളുമായി ആദ്യ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ ചെന്ന് അവിടെ നിന്ന് രേഖകൾ വാങ്ങി ഇപ്പോൾ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ സ്കൂളിലെത്തി നിങ്ങൾക്ക് സ്ഥിരമോ താൽക്കാലികമോ ആയ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അത് ഒന്നാമത്തെ സ്കൂളാണെങ്കിൽ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. അല്ല, അതിന് താഴെയുള്ള സ്കൂളാണെങ്കിൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി ഫീസ് അടയ്ക്കുന്നത്, നമ്മൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് അടച്ച് അവിടെ നിന്ന് അഡ്മിഷൻ ഫീസ് അവിടെ അടയ്ക്കണം. ഇനി പ്രവേശനം നേടാൻ ആവശ്യമായ രേഖകൾ, അത് ഫസ്റ്റ് അലോട്ട്മെന്റിലെ പോലെ തന്നെ നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്ന കാൻഡിഡേറ്റ് ലോഗിന്റെ ലെറ്റർ, പിന്നെ നമ്മുടെ TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ബോണസ്, ടൈ ബ്രേക്കറിന് ആവശ്യമായ രേഖകൾ, ഇവയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂളിൽ ഹാജരാക്കണം. ഇനി ആദ്യ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി സ്കൂളിൽ ചെന്ന് ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കുന്നു. കുട്ടിക്ക് 2ാമത്തെ അലോട്ട്മെന്റിലും അവിടെ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവർ തൽക്കാലം അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യേണ്ട, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ടെമ്പററി അഡ്മിഷൻ നിലനിൽക്കുന്നുണ്ട്. അവർ ജൂൺ 29 നടക്കുന്ന 3ാമത്തെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. 3ാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ കിട്ടിയാലും നിങ്ങൾ അവിടെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ഇനി അടുത്തൊരു ചോദ്യം, ഇപ്പോൾ നടന്ന 2ാമത്തെ അലോട്ട്മെന്റിലും കുട്ടിക്ക് അഡ്മിഷൻ വന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നിലവിൽ അഡ്മിഷൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് 3ാമത്തെ അലോട്ട്മെന്റ് വരും. അതാണ് മുഖ്യ അലോട്ട്മെന്റുകളിലെ ലാസ്റ്റ് അലോട്ട്മെന്റ്. അത് കഴിഞ്ഞ് സ്കൂളിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ കിട്ടാത്തവർക്ക് വേണ്ടി സപ്ലിമെന്ററി അലോട്ട്മെന്റും കാര്യങ്ങളും ഉണ്ട്. ഇനി 1ാമത്തെ അലോട്ട്മെന്റിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാനില്ല. അവർ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞവർ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 2ാമത്തെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയത്തിനും നിങ്ങൾക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയെ സമീപിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ 3ാമത്തെ അലോട്ട്മെന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി +1 അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്കും രക്ഷകർത്താക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.